പക്ഷെ അവള് ബാക്കി എല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ പോവാ ചെയ്യുന്നത്. ഇങ്ങനെ ടോട്ടലായിട്ട് ഇതിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് ദേഷ്യം വരുന്നു. നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയത് സിജോയുടെ, അഭിഷേകിൻ്റെ, നോറയുടെയും ഫാമിലിയാണല്ലോ. അമ്മയായിട്ട് സംസാരിക്കാൻ തുടങ്ങിയ സമയം മുതൽ നമ്മുടെ നോറ പരാതികളുടെ ഫാണ്ടൊക്കെ കഴിക്കുകയാണ്. അമ്മ, ഞാനിവിടെ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്, എനിക്കിപ്പോൾ ആരുമില്ല, അവരങ്ങനെ ചെയ്തു, ജാസ്മിൻ ഇങ്ങനെ ചെയ്തു, റസ്മിൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് നിരവധി കാര്യങ്ങൾ ഇങ്ങനെ അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പവർ റൂമിൽ ഞങ്ങൾ കയറിയപ്പോൾ ബാക്കി 3 പേര് ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്തത്, എല്ലായിടത്തും ഞാൻ ഓടിച്ചില്ലണം, എൻ്റെ കണ്ണെത്തണം, അല്ലാതെ ഒന്നും നടക്കില്ല. പക്ഷേ എല്ലാം ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തിട്ടും അവസാനം പരാതി എനിക്ക് മാത്രം. ഈ നോറയെക്കുറിച്ച് പൊതുവെ എല്ലാവർക്കും ഉള്ള പരാതിയാണ് നോറ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് കളിക്കുന്നതെന്ന്. പക്ഷെ അവിടെ ആരും നോറ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടല്ല, നോറ മാറി നിന്നിട്ടങ്ങ് സ്വയം ഒറ്റപ്പെടുകയാണ്. പിന്നെ ഭാഗ്യം കൊണ്ട് ഒരാളുടെ പേര് പറഞ്ഞു, ഒരാളെ മാത്രം നോറയ്ക്ക് അവിടെ ഇഷ്ടമാണ്, അത് അൻസിവയാണ്. പിന്നെ അവിടെ വേറെ ആരോടും നോറയ്ക്ക് ഇഷ്ടമില്ല, നോറയ്ക്ക് ഒരാളോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല. അതുപോലെ തന്നെ തിരിച്ചുവാണെന്നാണ് നോറ പറയുന്നത്, ആർക്കും എന്നോട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, എല്ലാവരും കൂടെ എന്നെ വട്ടം കൂടി ഒറ്റപ്പെടുത്തി എന്നെ അങ്ങ് ടാർഗറ്റ് ചെയ്യുകയാണെന്നാണ് നോറ അമ്മയോട് പറയുന്നത്. ഈ ലൈവ് സീൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു നോറ ഇനി അമ്മയുടെ മുമ്പിലും ഇനി ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കുകയാണെന്ന്. സത്യം പറഞ്ഞാൽ ഈ ഫാമിലി റൗണ്ട് വന്നതിന് ശേഷം എല്ലാ പണക്കങ്ങളും മാറ്റി വെച്ചുകൊണ്ട് കണ്ടസ്റ്റൻറ്റുകൾ പരസ്പരം സംസാരിക്കുകയും ഇടപഴകുകയും സ്നേഹിക്കുകയും ഒന്നിച്ച് എൻജോയ് ചെയ്യുകയും എൻ്റർടൈൻമെൻറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല, ഈ ഫാമിലി റൗണ്ട് തുടങ്ങിയതിന് ശേഷം നോറയ്ക്ക് തീരെ ക്യാമറ സ്പേസ് ഇല്ല. ഇനി നോറ എവിടെയും പോയി ഒളിച്ചിരിക്കുന്നതാണോ എന്നറിയത്തില്ല. കാരണം ഈ ഫാമിലിയൊക്കെ വന്നതിന് ശേഷം അവരോടൊക്കെ ഉള്ള, അല്ലെങ്കിൽ ആ കണ്ടസ്റ്റൻറ്റുകളോടൊക്കെ ഉള്ള ഗ്രഡ്ജൊക്കെ മാറ്റി വെച്ച് സ്നേഹത്തോടെ സംസാരിക്കേണ്ടി വന്നാലോ. എന്നാലും എൻ്റെ പൊന്നു നോറ, ഇത് വല്ലാത്തൊരു ഗെയിം സ്ട്രാറ്റജി ആയി, സ്വന്തം അമ്മയുടെ മുമ്പിൽ പോലും ഒറ്റപ്പെട്ട സ്ട്രാറ്റജി. അപ്പോൾ ഒരു കിടിലം പ്ലെയർ തന്നെയാണ് നോറ, മൈൻഡ് ഗെയിമറാണ് അല്ലേ സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം. കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.